നമ്മള് കഴിഞ്ഞ ഈ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗം 31/7/2024 ചേർന്ന യോഗം, തൃശ്ശൂരിൽ വെച്ച് ചേർന്ന യോഗം, വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ സ്റ്റേറ്റ് സംഘടനയുടെ കീഴിൽ ഒരു 25 വീടുകളെങ്കിലും അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഈ ആഗസ്റ്റ് 22-നുള്ളിൽ കാരുണ്യ യാത്ര നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വീട് നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ വരുന്ന ശനിയാഴ്ച 17-ാം തീയതി ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും കാരുണ്യ യാത്രയിൽ പങ്കെടുത്ത് കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ അന്ന് തന്നെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വയനാട് നമ്മുടെ ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രാരംഭ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയത്. ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും നമ്മുടെ ഈ കാരുണ്യ യാത്രയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ അത് പൂർണ്ണ കഴിഞ്ഞ കാലങ്ങളിലുള്ള മാതിരി നമ്മൾ 3-4 കൊല്ലം മുന്നേ പ്രളയത്തിൽ ഞങ്ങൾ ഈ ഇതേപോലെ കാരുണ്യ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അതേമാതിരി പൂർണ്ണ വിജയപ്രദമാക്കി കിട്ടുവാനുള്ളതിന്റെ ഒരു ഉദ്ദേശവും കൂടി ഇന്നത്തെ പത്രസമ്മേളനത്തിലുണ്ട്. ഇന്ന് പറയാം. ഇവിടെ പറഞ്ഞതുപോലെ ഈ വരുന്ന 17-ാം തീയതി എല്ലാ ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ ആണെങ്കിലും കൂടി അതിലെ ജീവനക്കാരും തൊഴിലാളികൾ വിജയപ്രദമാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തൊഴിലാളികളോട് സഹകരിക്കണം നമ്മൾ ആവശ്യിച്ച് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാ പൊതുജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.